സാവിത്രി, നീ അന്ന് പാടിയ പാട്ട് നന്നായിരിക്കുന്നു. ഒന്നുകൂടെ പാട്. അയ്യോ, ഇത് ഹോട്ടൽ റൂം അല്ലേ, ഇവിടെ പാട്ട് പാടാൻ പാടില്ല. വേണ്ടി വന്നാൽ ഞാൻ ഈ ഹോട്ടൽ വിലയ്ക്ക് വാങ്ങി. അയ്യോ, അങ്ങനെ അബദ്ധമൊന്നും കാണിക്കല്ലേ. എന്നാൽ നിന്റെ കൈകൊണ്ട് എനിക്കൊരു വിസ്കി തരൂ. ഓക്കേ. നല്ല കയ്യ്. നല്ല പെണ്ണെന്ന് പറയൂ. എനിക്ക് സാവിത്രിയെ ഇഷ്ടമാണ്. സാവിത്രിക്ക് എന്നോട് സ്നേഹമാണോ? അല്ല, ഞാൻ ആരെയും സ്നേഹിക്കത്തില്ല സേഠ്ജി. ഈ കച്ചവടത്തിൽ ഞാൻ എന്റെ മനസ്സ് വിൽക്കാറില്ല. ശരീരം മാത്രമേ ഞാൻ നിങ്ങൾക്ക് തരൂ. സാർ, സാർ, ഒന്ന് എഴുന്നേക്കണം സാർ. എഴുന്നേക്ക് സാർ. ഇത് വലിയ ശല്യമല്ലേ പോലെ. സാർ, ഒന്ന് എഴുന്നേക്ക് സാർ. എടാ, ഞാൻ മോട്ടിക്കും, പക്ഷെ മോത്ത് നോക്കി കള്ളം പറയല. ഞങ്ങൾക്ക് ഹോട്ടൽ പൂട്ടണം, ഒന്ന് പോയാട്ടെ. ഞാൻ എടുത്തില്ലെന്ന് പറഞ്ഞാ എടുത്തില്ല. സാർ, ഒന്ന് ദയവ് വിചാരിച്ച് പോണം സാർ. നിങ്ങൾ എത്ര നാളായിട്ടിവിടെ വരുന്നവനാടാ. ശരി, വരട്ടെ. ഞാൻ പോണില്ല, നിന്നെ അടിച്ച് പഠിച്ചോളാം. നിങ്ങൾ ഉപദ്രവിക്കാൻ നിൽക്കരുത്, നിങ്ങൾ പോണം. അടിച്ചിന്റെ തടയാൻ പോകും. എന്താ ഇത്? ഇങ്ങനെ കൊണ്ട് വലിയ ശല്യമായിരിക്കുന്നു മാഡം. സോറി, ഞാൻ കൂട്ടിക്കൊണ്ട് പോയിക്കൊള്ളാം. വന്നോട്ടെ. നീ ആരടി? ഇതാണ് ഇയാൾ താമസിക്കുന്ന സ്ഥലം, പക്ഷെ വീട് ഏതാണെന്ന് അറിയില്ല. ഗോപിയുടെ വീട് ഏതാണെന്നറിയാമോ? ഗോപിയുടെ എന്ത് പറ്റി? കുടിച്ചിലെത്തില്ലാതെ കിടക്കുക, ഒന്ന് വീട്ടിലെത്തിക്കണം. ഒന്ന് പിടിച്ചേ ഗോപി. വളരെ നന്ദി. ഇതിൽ നന്ദി പറയാൻ എന്തിരിക്കുന്നു? ഗോപിയേട്ടൻ എന്റെ സ്വന്തം ചേട്ടനെ പോലെയാ. ഓഹോ, മനസ്സിലായില്ലല്ലോ. എന്റെ പേര് സാവിത്രി എന്നാ. എനിക്ക് ഗോപിയെ പരിചയമുണ്ട്. കുടിച്ചേടുന്ന ഗോപിയെ ഞാൻ യാദൃശ്യമായിട്ടാ കണ്ടത്. ഞാൻ വരട്ടെ. ശരി. എടാ രാമു, നീ ഇന്നിവിടെ കിടക്ക. ഗോപിയേട്ടനെ നോക്കിക്കോ. ഗോപിയേട്ടാ, ഗോപിയേട്ടാ, ചായ. ആരാ ഗോപിയേട്ടാ ഈ സാവിത്രി? സാവിത്രി സൽമയ്ക്കെന്നറിയാം. അവരാ ഇന്നലെ രാത്രി ഗോപിയേട്ടനെ ഇവിടെ കൊണ്ട് കിടത്തിയത്. അവരെന്തിനാ വല്ലയിടത്തും കുടിച്ചവിടുന്ന് തന്നെ ഇവിടെ കൊണ്ടു നിർത്തിയത്? സ്നേഹം ഉണ്ടായിട്ടായിരിക്കും. ആ ചേച്ചി വലിയ കാശുകാരിയാ. ഇന്നലെ ചേട്ടനെ കാറിൽ അവിടെ കൊണ്ടുവന്ന് വിട്ടത്. എനിക്കറിയാം. ലവ് ആണല്ലേ? ഗോപിയോ? ഈ പുതിയ വീടിന്റെ അഡ്രസ്? അതൊക്കെ ഞാൻ കണ്ടുപിടിച്ചു. രാത്രി എന്തായിരുന്നു? ഇങ്ങനെയാണോ മനുഷ്യർ? എന്തിനാണ് ഇതൊക്കെ? രാത്രി കൊണ്ട് കിടത്തിയതിന് നന്ദി പറയാനാണ് ഞാൻ വന്നത്. അപ്പോ ഇന്നും കൊണ്ടൊന്ന് കിടത്തണമെന്നായിരിക്കും. സാവിത്രി ഫ്രീ ആണെങ്കിൽ നമുക്കൊന്ന് പുറത്തേക്ക് പോവാം.
അമ്മയോട് ചോദിച്ചിട്ട് വരാം. സൗത്രി കേക്ക് കഴിക്കും. ഉപദേശത്തിന്റെ കുറവ് കൊണ്ട് ആരും ഇതുവരെ കുടിക്കാതിരുന്നിട്ടില്ല. ഞാനും ഉപദേശിക്കല്ല. ഗോപി എന്തിനാ ഇങ്ങനെ കുടിക്കുന്നത്? ആ, ശീലമായിപ്പോയി. കുടിക്കുന്നവരുടെ കൂടെ ഞാൻ പോവാറുണ്ട്. പലപ്പോഴും ഇതിന്റെ മണം കേട്ടുകൊണ്ടാണ് കൂടെ കിടന്നുറങ്ങാറുള്ളത്. പക്ഷേ ഗോപി കുടിക്കുമ്പോ എനിക്കെന്തോ വേണ്ടെന്ന് വെച്ചൂടെ? ഞാൻ കുടിക്കുന്നത് സൗത്രിക്ക് ഇഷ്ടമല്ലേ? അല്ല ഗോപി, ഇനി കുടിക്കരുത്. എങ്കിൽ ഞാൻ ഇത് കുടിക്കില്ല. ഇങ്ങനെ പറയാൻ ഒരുത്തി എന്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നത് കൊണ്ടാണ് ഞാനിതുവരെ കുടിച്ചത്. ഇനി ഞാനൊന്ന് ചോദിക്കട്ടെ, ഞാൻ സാവിത്രി വിവാഹം കഴിക്കട്ടെ? വേണ്ട. സാവിത്രിക്ക് എന്നോട് സ്നേഹമില്ലേ? ഇല്ല. എന്നാൽ സാവിത്രിയോട് എനിക്ക് സ്നേഹം തോന്നുന്നു. അരുത്, എന്നെ സ്നേഹിക്കരുത്. ഗോപി എന്നെ സ്നേഹിച്ചാൽ എനിക്ക് എന്റെ തൊഴിൽ നിർത്തേണ്ടി വരും. എന്റെ ജീവിതത്തിൽ വിവാഹം എന്നത് പറഞ്ഞിട്ടില്ല. ഞാൻ ആരെയും വിവാഹം ചെയ്തോടാ. എടാ ഗോപ, എടാ അങ്ങോട്ടൊന്ന് എഴുന്നേക്കാൻ. എടാ മണി 11 കഴിഞ്ഞു. ആ പെണ്ണിനെ ഇതുവരെ കണ്ടില്ലല്ലോ. നീ ഒന്ന് പോയി നോക്കിക്കേ. ഈ നട്ടപ്പാരൊക്കെ ഞാൻ എവിടെ പോയി നോക്കാനാണ് മമ്മി? എല്ലാം കൂടെ പൊക്കിയെടുത്ത് ഞാൻ ദൂരെ കളയും. ഏതാ ഇത്? ഏതാണ്ട് ഞാൻ ചെയ്ത പോലെയാണല്ലോ. ആ പോക്കറ്റടിക്കാർ നോട്ടെടുത്ത് കാണിച്ചപ്പം മമ്മിയുടെ കണ്ണ് തള്ളിപ്പോയി. അവളെ തട്ടിക്കൊണ്ട് പോയി കാണാം. ഇത് ഷുഗർ. ശരിക്കും ഉറക്കം വരുന്നത്. എടാ ഗോപ, അവിടെ നിൽക്കാൻ. അയ്യോ എന്റെ മോളെ, നീ ഇതെവിടെയായിരുന്നു? മമ്മി അങ്ങ് പേടിച്ചു പോയല്ലോ. ഞാനെന്താ കൊച്ചു കുഞ്ഞാണ് മമ്മി? അതല്ല മോളെ, അവൻ പോലീസിന്റെ നോട്ടപ്പുള്ളിയാ. അവന്റെ ഒക്കെ കൂടെ പുറത്തു പോയാലേ സന്ധ്യക്ക് മുൻപ് വീട്ടിലെത്തണം. അതെന്താ മമ്മി? അങ്ങേര് തരുന്ന കാശല്ലേ? അപ്പോ അങ്ങേര് പറയുന്ന കേക്കണ്ടേ? നീ എന്താ മോളെ അങ്ങനെ പറയുന്നത്? ദേ മോളൊരു കാര്യം ചെയ്. കൃഷ്ണപിള്ള അദ്ദേഹം അവിടെ നിന്നെയും കാത്തിരിക്കുന്നു. മോൾ അങ്ങോട്ട് ചെല്ല്. എനിക്ക് വയ്യ മമ്മി, എനിക്ക് ഉറക്കം വരുന്നു. അങ്ങനെ പറഞ്ഞൂടെ? നിന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയാം. നീ അവനെ സ്നേഹിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇവിടെ ആരും ആരെയും ആത്മാർത്ഥമായി സ്നേഹിക്കരുത്. ഇതിനുള്ളിൽ ഒരു പെണ്ണും ഒരുത്തരെയും നോക്കി ഉള്ളു തുറന്ന് ചിരിച്ചിട്ടില്ല. ചിരിക്കരുത്. ഇവിടെ നീ നിന്നെ വിൽക്കുക, കൈ നിറയെ കാശ് വാങ്ങുക. പോടി. ശരിയാണ്, എന്റെ ജീവിതത്തിൽ സ്നേഹത്തിനും വിശ്വാസത്തിനും സ്ഥാനമില്ല. ഞാൻ ആരെയും സ്നേഹിക്കരുത്, വിവാഹം ചെയ്യരുത്. എന്റെ ശരീരം ഓരോ കിടക്കയിലും ഇങ്ങനെ വിറ്റുകൊണ്ടിരിക്കും. ഞാനത് ചെയ്യാൻ നിർബന്ധിതയാണ്.